2024 ജൂലൈ 14 മുതൽ ജൂലൈ 20 വരെ. അതായത് മലയാള മാസം 1199 ആണ്ട് മിഥുനം 30 മുതൽ കർക്കിടകം 5 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും, 3-ലും 4-ലുമായി സൂര്യനും, 4-ലും 5-ലുമായി ബുധനും, 4-ൽ ശുക്രനും, 11-ൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. വാഹന ഗുണത്തിന് യോഗമുണ്ട്. ഭൗതിക സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. സർക്കാരിൽ നിന്നും ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ വർദ്ധിക്കും. ആലോചനയില്ലാതെ എടുത്തുചാടി ഒന്നും പ്രവർത്തിക്കരുത്. ചെലവ് നിയന്ത്രിക്കണം. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും വ്യാഴനും, 2-ലും 3-ലുമായി ആദിത്യനും, 3-ലും 4-നുമായി ബുധനും, 3-ൽ ശുക്രനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. ആരോഗ്യം ശ്രദ്ധിക്കുക. രക്തജന്യമായ രോഗങ്ങളും ഉഷ്ണരോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. സ്വദേശം വിട്ടു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സ്ഥാനപ്രാപ്തി, ധനവർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം. അനുഭവ ഗുണമുണ്ടാവും. സഹോദര ഗുണം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. സഞ്ചാര തടസ്സം ഉണ്ടാകും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്ഥാനഭ്രംശത്തിനും കർമ്മതടസ്സത്തിനും യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ദേവീപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തതായി മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് 1-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലുമായി സൂര്യനും, 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലുമായി ബുധനും, 2-ാം ഭാവത്തിൽ ശുക്രനും, 9-ാം ഭാവത്തിൽ ശനിയും, 12-ാം ഭാവത്തിൽ കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയും. നയനരോഗത്തിന് സാധ്യതയുണ്ട്. ചതിയിലകപ്പെടാതെ സൂക്ഷിക്കുക. ധനലബ്ധിയും സുഖാനുഭവങ്ങളും ഉണ്ടായേക്കാം. ഭയം വർദ്ധിക്കും. ഭാഗ്യം കുറയും. യാത്രാക്ലേശവും ദുഷ്ചെലവും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും 12-ലുമായി ആദിത്യനും, ജന്മത്തിലും 2-ാം ഭാവത്തിലുമായി ബുധനും, ജന്മത്തിൽ ശുക്രനും, അഷ്ടമത്തിൽ ശനിയും, 11-ാം ഭാവത്തിൽ കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. കോപം വർദ്ധിക്കും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സഹോദര ഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം, മൃഷ്ടാന്ന ലാഭം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഭയം, ദുഃഖം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടായേക്കാം. അഷ്ടമശനിയുടെ കാഠിന്യം കുറയും. അഭീഷ്ടകാര്യ സിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ദോഷഫലങ്ങൾ കുറയുവാൻ ശാസ്താപ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് 1-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലുമായി ബുധനും, സപ്തമത്തിൽ ശനിയും, കർമ്മസ്ഥാനത്ത് കുജനും വ്യാഴവും, 11-ലും 12-ലുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. അഭിമാനക്ഷതം സംഭവിക്കാം. ഭയം, അനാരോഗ്യം, ദുഃഖം എന്നിവ അലട്ടാം. എല്ലാ കാര്യങ്ങളിലും മന്ദതയും അലച്ചിലും പ്രതീക്ഷിക്കാം. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. കർമ്മഗുണം കുറയും. ബന്ധുക്കളുടെ വിരോധത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് 6-ാം ഭാവത്തിൽ ശനിയും, 9-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, 10, 11 ഭാവങ്ങളിലായി സൂര്യനും, 11, 12 ഭാവങ്ങളിലായി ബുധനും, 11-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് ഭാഗ്യസിദ്ധി, വസ്ത്രലാഭം, അകാരണമായ ഭയം എന്നിവ പ്രതീക്ഷിക്കാം. വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടാം.
ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും അനുഭവപ്പെടും. ധനലാഭം, ആജ്ഞാശക്തി, സാമർഥ്യം എന്നിവ ഉണ്ടാകും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവത്തിന് സാധ്യത കാണുന്നുണ്ട്. ബന്ധുഗുണവും മനസ്സന്തോഷവും ഉണ്ടാകും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദേവീപ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് 5-ാം ഭാവത്തിൽ ശനിയും അഷ്ടമത്തിൽ ചൊവ്വയും വ്യാഴവും 9-ലും 10-ലുമായി സൂര്യനും 10-ലും 11-ലുമായി ബുധനും 10-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ചിന്താശക്തി കുറയും. അപകടങ്ങൾ, ജ്വരം, രക്തവാർച്ച എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ശത്രുശല്യം വർദ്ധിക്കും. ദൈവാധീനം കുറയും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. രോഗങ്ങൾ കുറയും. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം, ഭാര്യാപുത്ര സുഖം എന്നിവ പ്രതീക്ഷിക്കാം. കലഹങ്ങൾ ഒഴിവാക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനിയും 7-ൽ ചൊവ്വയും വ്യാഴവും 8-ലും 9-ലുമായി സൂര്യനും 9-ലും 10-ലുമായി ബുധനും 10-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖം, ധനനഷ്ടം, കലഹപ്രിയത്വം എന്നിവ ഉണ്ടാകും. ഭാര്യാകലഹവും ഉദരസംബന്ധമായ രോഗങ്ങളും ഉണ്ടായേക്കാം. ബുദ്ധിക്ക് ഉണർവ് അനുഭവപ്പെടും. സ്വജനവിരഹവും പിതാവിന് ക്ലേശവും ഉണ്ടായേക്കാം. ശത്രുനാശവും കാര്യജയവും പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. അശനശയനസുഖം പ്രതീക്ഷിക്കാം. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താപ്രീതിയും ശിവപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് 3-ാം ഭാവത്തിൽ ശനിയും 6-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും 7-ലും 8-ലുമായി സൂര്യനും 8-ലും 9-ലുമായി ബുധനും 8-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് ഭൃത്യന്മാരും അർത്ഥവും സർവാഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. കാര്യങ്ങൾ അനുകൂലമായി തീരും. സർക്കാർ സംബന്ധമായ ദോഷങ്ങൾ, അനാവശ്യമായ കലഹം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. വാതരോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് 2-ാം ഭാവത്തിൽ ശനിയും 5-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും 6-ലും 7-ലുമായി സൂര്യനും 7-ലും 8-ലുമായി ബുധനും 7-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാതടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ ഇവർക്ക് ഉണ്ടായേക്കാം. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും. പുത്രദുഃഖമുണ്ടാകും. സർക്കാർ ആനുകൂല്യം പ്രതീക്ഷിക്കാം. ഉപാസനാദി കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ആഴ്ച അവസാനത്തോടെ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ദോഷഫലങ്ങൾ അകറ്റാൻ ദേവീപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും 5-ലും 6-ലുമായി സൂര്യനും 6-ലും 7-ലുമായി ബുധനും 6-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മശനിയുടെ കാഠിന്യം അല്പം കുറയും. ദുർജന സംസർഗത്തിന് സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ശത്രുനാശവും കാര്യസാധ്യവും ഉണ്ടാകും. ഉറക്കമില്ലായ്മ അലട്ടും. ദോഷപരിഹാരാർത്ഥം ശാസ്താഭജനവും ദേവീഭജനവും മഹാവിഷ്ണു ഭജനവും നടത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് 12-ാം ഭാവത്തിൽ ശനിയും 3-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും 4-ലും 5-ലുമായി സൂര്യനും 5-ലും 6-ലുമായി ബുധനും 5-ൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സം, ഭാര്യപുത്രാദികൾക്ക് രോഗം എന്നിവ പ്രതീക്ഷിക്കാം. ധനവരവ്, വിജയം, സ്വർണ്ണാഭരണ ലാഭം എന്നിവ ഉണ്ടായേക്കാം. ഇഷ്ടജനങ്ങളുടെ വേർപാടിനും സ്ഥാനഭ്രംശത്തിനും യോഗം കാണുന്നു. മനസ്സുഖം കുറയും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. സന്താനലാഭവും ധനസമൃദ്ധിയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക.